കോട്ടയം ജില്ലയിൽ കുറച്ചു നേരമായി മഴ തുറന്നു നിൽക്കുകയാണ്. പക്ഷേ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ തുടരുക തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈമനം പഞ്ചായത്ത് 4-ാം വാർഡിലാണ്. പരിപ്പ് എന്ന പ്രദേശത്താണ്. ഈ ഭാഗമെല്ലാം വെള്ളത്തിലാണ്. ഇവിടെ വെള്ളം കയറാത്ത വീടുകൾ ചുരുക്കമാണ് എന്ന് വേണം പറയാൻ. ഇവിടെ പ്രദേശവാസികളായ കുറേ പേരുണ്ട്. ചേട്ടാ, എത്ര ദിവസമായി ഇവിടെ ഇപ്പോൾ ഈ വെള്ളക്കെട്ട് തുടങ്ങിയിട്ട്? ഒരു 4 ദിവസത്തോളമായിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളം കയറുന്ന പ്രദേശമല്ലേ? വെള്ളം കയറുന്ന പ്രദേശം, പെട്ടെന്ന് മഴ പെയ്ത് അന്നേരം വെള്ളം കയറുന്ന പ്രദേശമാണ്. ഇതൊക്കെ കണ്ടങ്ങളാണ് ഇവിടെ എല്ലാം. ഇതെല്ലാം നികന്നു പോയി. എല്ലാം കൃഷി ചെയ്യുന്ന കണ്ടങ്ങളായിരുന്നു. അത് മുഴുവൻ പാടം മുഴുവൻ എല്ലാം പോയി. അങ്ങാപ്പുറം 2 സൈഡിലാണ്. ഇവിടെ ഒരു കണ്ടം, അതിന് അങ്ങാപ്പുറം വേറൊരു കണ്ടം, 2 സൈഡ്, അത് രണ്ടും മൂടിപ്പോയി. അതുപോലെ വെള്ളമായിരുന്നു. 18-നെക്കാളും 19-നെക്കാളും ഭയങ്കര വെള്ളമായിരുന്നു. ഈ ഹൈമനം പഞ്ചായത്തിൽ മുഴുവൻ ഇത് തന്നെയാണോ അവസ്ഥ? ഈ അവസ്ഥ തന്നെ നമ്മുടെ ഈ ഏരിയ, ഈ ഭാഗം മുഴുവൻ ഈ അവസ്ഥയാണ്. ഇപ്പം ഈ ആളുകളൊക്കെ ഇപ്പം വീടുകളിൽ കഴിയുവാണോ അതോ ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ടോ? നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ കേസിയും കോളനി പരിപ്പാണ്. അവിടെ നമ്മുടെ പുത്തങ്കരി പാടം മട വീണ് പോയി. അപ്പോൾ അവരെല്ലാം ഇപ്പം പരിപ്പ് സ്കൂളിലെ ക്യാമ്പിലാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ മുട്ട ലക്ഷം വീട് എന്ന് പറഞ്ഞ 2 ലക്ഷം വീട് കല്ലിങ്ങത്ര പാടത്തിനകത്ത് വരുന്നത് അവർ 2 കൂട്ടരും ഇപ്പം ക്യാമ്പിലാണ്. ഇത്ര വെള്ളമുണ്ട്. ഇത്ര നീര് അരയേറ്റം വെള്ളത്തിൽ വെച്ചാൽ അവരെങ്ങനെ നയിക്കാൻ പറ്റും? വീടിൻ്റെ ഉള്ളിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അധികൃതർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമ്പുകളിലേക്ക് വേണ്ട സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? നമ്മളങ്ങോട്ട് പോയില്ല, ഇല്ലെന്നുള്ള ഞാൻ ഉള്ള സത്യത പറയുന്നത്. അങ്ങോട്ട് ഞാൻ പോയില്ല. ഇപ്പം വീടുകളിൽ സ്ത്രീകളും കുട്ടികളൊക്കെ കഴിയുന്നുണ്ടോ അതോ അവരെയൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഒട്ടുമിക്ക വീടുകളിൽ ആൾക്കാരൊക്കെ കുറച്ച് ഒരുവിധ രീതിയിലൊക്കെ പിടിച്ച് നിൽക്കാവുന്ന ആൾക്കാരൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള തീർത്തും രക്ഷയില്ലാത്ത ആൾക്കാർ ക്യാമ്പിൽ പോയി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടോ? നമ്മുടെ 2000 വലിയ സുനാമി വന്നപ്പോൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഏറ്റവും ആയത് വെള്ളപ്പൊക്കം. അത്രയും അതിനേക്കാളൊക്കെ ഇരട്ടിക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് വീട്ടിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് വണ്ടി കണ്ടു, എനിക്ക് കമ്പനി പോകണം. ഞാനൊരു കമ്പനി ഉദ്യോഗസ്ഥനാണ്. ഞാൻ വണ്ടി കൊടുക്കണം വെച്ചിട്ട് എനിക്ക് ഇവിടുന്ന് വന്നിട്ട് എവിടെ എങ്ങനെ പോകാനായിട്ടാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട വണ്ടി എടുക്കാനായിട്ട്. ഇവിടെ ആദ്യം വെള്ളം കയറുകയും അവസാനം ഇറങ്ങുകയും ചെയ്യും. അവസാനം ഇറങ്ങും. ഇവിടുന്ന് കടൽ വെള്ളം എടുത്താലേ ഉള്ളൂ നമുക്ക് വെള്ളം ഇറങ്ങി പോകുള്ളൂ. അല്ലെങ്കിൽ പാടം മുഴുവൻ മട വീണ് പോയാലേ ഉള്ളൂ വെള്ളം വലിഞ്ഞു പോകുള്ളൂ. അത് പാടങ്ങളിൽ കൃഷിയില്ലാത്തത് ഒരു പ്രശ്നമല്ലേ? കാരണം പുല്ലെല്ലാം നിറഞ്ഞ് കൃഷിയില്ലാത്തതുകൊണ്ടാണ് ഈ കൂടുതലായിട്ട് ഇപ്പോൾ താഴ്ന്നത്. ഇപ്പോൾ 1-2 പാടങ്ങൾ ഇപ്പോൾ കൃഷിയുള്ളായിരുന്നു. അത് മട വീണ് പോയി. അത് കാരണം കുറച്ച് വെള്ളം ഒരു ശകലം വലിവുണ്ട്, ശകലം. എന്നാൽ കൂടുതലൊന്നുമില്ല, കുറച്ച് ഒരു 2. ഒറ്റ കൃഷിയാണോ അതോ 2 കൃഷിയുള്ള പാടം? 2 കൃഷിയുള്ള പാടങ്ങളുണ്ട്, ഒറ്റ കൃഷിയുള്ള പാടങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് 2 കൃഷിയുള്ള പാടങ്ങളാണ്. ഞങ്ങൾ അത് പോയി, മട വീണ് പോയി. ഇത്തവണ വേദിച്ചൊരു 22 ദിവസമായി. കുറച്ച് പേര് മരുന്നടിച്ചിട്ടുണ്ട്, കുറച്ച് പേര് വളയിട്ടുണ്ട്. എല്ലാം കിട്ടും, ഒന്നും കിട്ടത്തില്ല. മറ്റേ വീടുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ഈ വെള്ളം കയറിയ വീടുകൾക്ക് സഹായം കിട്ടുമെന്നാണ് പറയാറുള്ളത്. കിട്ടാറുണ്ടോ എല്ലാ തവണയും? കഴിഞ്ഞ വർഷം വലിയ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും പൈസ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തോടെ കിട്ടുമെന്നൊക്കെ 10,000 രൂപയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളം കയറിയവർക്ക് ഉണ്ടെന്നേ ഉള്ളൂ, വെള്ളം കയറാത്തവർക്ക് ഇല്ലെന്നൊക്കെയാണ് ഓരോ അഭിപ്രായങ്ങൾ. വീടിന് 10,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഈ കിണറുകൾ ഉൾപ്പെടെ ക്ലീൻ ആക്കണം, പേരയ്ക്കകം ക്ലീൻ ചെയ്യണം, അങ്ങനെ പണികളേറെയാണ്. ചിലടത്ത് വയറിങ്ങിൻ്റെ പ്രശ്നം വരുന്നത്. എന്നു വെച്ചാൽ വില അവർ പറയുന്നത് ഇപ്പം അവിടെ ക്യാമ്പിൽ പോയി കിടക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മേലെ എനിക്ക് അമ്മേനെ ഇട്ടിച്ച് എനിക്ക് അവിടെ പോയി കിടക്കാൻ പറ്റത്തില്ല. എൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് തലയിറക്കമുള്ളതാണ്. വീട് വെള്ളം കയറിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ എന്നാ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്. അതിനെനിക്ക് അമ്മേനെ കൊണ്ട് വലിച്ചു പോകാൻ എനിക്ക് പറ്റത്തില്ല. എനിക്കെൻ്റെ വീട്ടിലെ അമ്മേനെ അവിടെ സുരക്ഷിതമായിട്ട് നിർത്തുക എന്നുള്ളൊരു ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. കട്ടയൊക്കെ ഇട്ട് പൊക്കി ആ കട്ടിലൊക്കെ വെച്ചിരിക്കുന്നത്. കട്ടിലും നമുക്കത് ആഹാരം കഴിക്കാനായിട്ട് അതിൽ തട്ട് പോലെ, ചെറിയൊരു തട്ട് പോലെ കട്ട വെച്ച് പൊക്കി അതിൻ്റെ മേളിൽ പലകയിട്ട് അങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് അകലൊരു ഇറക്കമുണ്ട്. ഇപ്പം ഞാൻ ഒരു മുറി തേച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു മുറിക്കകത്ത് ഇറങ്ങി വന്ന് കോരി കളഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ ഇങ്ങോട്ട്. ഫയർഫോഴ്സ് വല്ലതൊക്കെ വന്ന് വല്ല രക്ഷാപ്രവർത്തനം വല്ലതും നടത്തേണ്ടി വന്നിരുന്നു? കഴിഞ്ഞ ദിവസം അവർ വന്നായിരുന്നു. അപ്പോൾ അവിടെ ആ വെല്ലിയാട്ടിൽ നിന്നൊരു അവരെ കൊണ്ടുപോയായിരുന്നു. അത് അങ്ങനെ വന്നിട്ടുണ്ട് ഒരു ദിവസം. മിനിഞ്ഞാന്നാണ് വന്നത്. ഇത് ഈ ഹൈമനം പഞ്ചായത്തിലെ 4-ാം വാർഡ് പരിപ്പ് പ്രദേശമാണ്. ഇവിടെ എല്ലാം ഇവർ സൂചിപ്പിച്ചതുപോലെ ആദ്യം തന്നെ വെള്ളം കയറുകയും അവസാനം വെള്ളം ഇറങ്ങുകയും ചെയ്യുന്ന പ്രദേശമാണ്. കൂടുതൽ പാടങ്ങളാണ് ചുറ്റുവട്ടത്തുള്ളത്. പക്ഷേ ഭൂരിഭാഗം പാടങ്ങളിലും കൃഷി നടക്കാത്തത് മൂലം അവിടെയെല്ലാം കാട് പിടിച്ച് പുല്ല് വളർന്നുമൊക്കെ പെട്ടെന്ന് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പാടം തെളിഞ്ഞിടക്കുകയാണെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് കോട്ടയം ജില്ലയിലെ, കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ പലയിടങ്ങളിലെയും അവസ്ഥ ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമൊന്നുമല്ല. നിരവധി വീടുകൾ വെള്ളം കയറി കിടക്കുന്നു. ആയിരക്കണക്കിന് വീടുകൾ വെള്ളം കയറി കിടക്കുന്നു. 8,000-ഓളം പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഈ കോട്ടയം ജില്ലയിൽ. ഇനിയും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് ഇനി താഴുമെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും മഴ ശക്തമായി കഴിഞ്ഞാൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകും. ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുന്നു ഇവിടുത്തെ ഈ വെള്ളക്കെട്ട്. ഇനി വീടുകളെല്ലാം വൃത്തിയാക്കി ഇവർ തിരിച്ച് വീടുകളിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ എത്തണമെങ്കിൽ അത് പിന്നീടും ദിവസങ്ങളെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കോട്ടയം ഹൈമനത്ത് നിന്നും ക്യാമറമാൻ ജിതുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.